അരുൺ സോളമൻ ദാ ഉദ്ഘാടനം നടത്താൻ പോകുന്നു. അരുൺ സോളമൻ, ഉദ്ഘാടനം നടക്കുകയല്ലേ? നമ്മളതാ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് വേണം നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ. പതാക ഉയർത്തൽ ചടങ്ങ് തത്സമയം. സുജയ 10 മണിയോടുകൂടിയാണ് ഈ ഉദ്ഘാടന കർമ്മ പരിപാടികൾ നടക്കുക. ഇപ്പോൾ ഷാനവാസിന്റെ നേതൃത്വത്തിലുള്ള പതാക ഉയർത്തൽ ചടങ്ങാണ് കഴിഞ്ഞിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന കുട്ടികളുടെ ബാൻഡ് മേളം, അതുപോലെ തന്നെ NCCയുടെയും അതുപോലെ സ്റ്റുഡന്റ് പോലീസിന്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ വിപുലമായിട്ടുള്ള ചടങ്ങുകളാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് ഈ എസ് ഷാനവാസ്, അതുപോലെ തന്നെ MLA ആയിട്ടുള്ള M വിൻസെന്റ് MLA, ആന്റണി രാജു അടക്കമുള്ളവർ ഇപ്പോൾ ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുണ്ട്. ഇതിനുശേഷം ഈ പതാക ഉയർത്തൽ ചടങ്ങ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനുശേഷം 10 മണിയോടുകൂടിയായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സംസ്ഥാന സ്കൂൾ കലോത്സവം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുക. അതിനുശേഷമായിരിക്കും ഇന്നിപ്പോൾ ആദ്യത്തെ മത്സരമെന്ന് പറയുന്നത് ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ മോഹിനിയാട്ടമാണ് ഈ പ്രധാന വേദിയായിട്ടുള്ള MD നിളയിൽ നടക്കുക തന്നെയാണ് ഏറ്റവും പറയേണ്ടുന്ന ഒരു കാര്യം. ഇതിൽ എടുത്തു സൂചിപ്പിക്കേണ്ടത് ഉദ്ഘാടന ചടങ്ങിനോട് അനുബന്ധിച്ചുള്ള ഈ നൃത്ത ആവിഷ്കാരമാണ്. ഈ ശ്രീനിവാസൻ രചിച്ച് കാവാലം ശ്രീകുമാർ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഗാനത്തോടനുബന്ധിച്ച് 44 കുട്ടികൾ നടക്കുന്ന നൃത്ത ആവിഷ്കാരമാണ് നടക്കുക. ഈ നൃത്ത ആവിഷ്കാരത്തിൽ കലാമണ്ഡലത്തിലെ 27ഓളം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. ഇതിന് പുറമെ ഇടുക്കി, തൃശൂർ ജില്ലകളിലെ വിദ്യാർത്ഥികളും ഇവർക്കൊപ്പം അണിചേരുകയാണ്. കേരളത്തിന്റെ സാംസ്കാരിക കലാരൂപങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള നൃത്ത ആവിഷ്കാരമാണ് ഇതിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 10 മിനിറ്റ് വളരെ വേഗത്തിലുള്ള നൃത്ത ചുവടുകളുമായിട്ടുള്ള രീതിയിലാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. 10 മണിയോടുകൂടി തന്നെ ഔദ്യോഗിക ഉദ്ഘാടനം മുഖ്യമന്ത്രി തിരിതെളിയിക്കുന്നതിന് ശേഷം അതിന് പിന്നാലെ ഈ നൃത്ത ആവിഷ്കാരം നടക്കും. അതിന് തൊട്ടു പിന്നാലെ വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് വെള്ളാർമല GSSലെ കുട്ടികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ കുട്ടികളുടെ സംഘ നൃത്തം കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കുട്ടികളുടെ സംഘ നൃത്തം കഴിഞ്ഞതിന് ശേഷമായിരിക്കും പ്രധാന വേദിയായിട്ടുള്ള ഇതേ വേദിയിൽ വെച്ച് തന്നെയാണ് ഈ ഹൈസ്കൂൾ വിഭാഗം കുട്ടികളുടെ മോഹിനിയാട്ടം കൂടി നടക്കുക എന്നുള്ളതാണ്. അതിനോടനുബന്ധിച്ച് ഇന്ന് പ്രധാനപ്പെട്ട മത്സരങ്ങളായിട്ട് ഒപ്പന, മോഹിനിയാട്ടം, അതുപോലെ തന്നെ സംഘനൃത്തം അടക്കമുള്ള മത്സരങ്ങൾ ഇന്ന് ഈ പ്രധാന വേദിയിൽ നടക്കുമെന്നുള്ള വിവരം കൂടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദാ വരുന്നു.